ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാനസാന്തരത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ദൈവത്തിൻ്റെ സ്വപ്നത്തിലേക്കുള്ള മടങ്ങിവരവെന്ന്. സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു, സുവിശേഷങ്ങൾ അതിൻ്റെ സ്ഥായീ ഭാവമായി അടിസ്ഥാന വിചാരമായിട്ട് പങ്കുവെക്കുന്നതും ഈ മാനസാന്തരമല്ലേ. മനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കും. നിഷ്ഠയോടുകൂടിയിട്ട് നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ നിന്നും ആവശ്യപ്പെടുന്നത് മനസ്സിൻ്റെ അന്തരമാണ്, മനോഭാവങ്ങളുടെ ഒരു പുത്തൻ ശൈലി മാറ്റം. കഴിഞ്ഞുപോയ ജീവിതത്തെ കുറേയും കൂടെ സുന്ദരമാക്കാമായിരുന്നുവെന്ന് പലവിചാരപ്പെട്ടുകൊണ്ട് മാത്രം ജീവിതത്തിൽ വ്യാപരിക്കാതെ അവിടെ നിന്ന് ഒരു പടി കൂടെ വളർന്നിട്ട് ചില മാറ്റങ്ങൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. തമ്പുരാനെ, ഞാൻ ഏതെങ്കിലുമൊക്കെ വ്യക്തികളോടോ സൗഹൃദങ്ങളുടെ ഇടയിലോ ഒക്കെ കാണിക്കേണ്ടിയിരുന്ന നല്ല നിലപാടുകളെ, മനസ്സിലെങ്കിലും വരുത്തേണ്ടിയിരുന്ന ചില മാറ്റങ്ങളെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തിരുത്താനും കൂടുതൽ കൃപയോടെ തിരിച്ചു വരാനും എന്നെ സഹായിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ആത്മശോധനയിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 3 കാര്യങ്ങളാണത്. ഒന്ന്, ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്തു ചെയ്തിട്ടുണ്ട്? ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു? ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ മാനസാന്തരപ്പെടാൻ ആഗ്രഹമുള്ള വ്യക്തികളൊക്കെയും ആഴത്തിൽ ആത്മശോധനയായി ചോദ്യമായി ഉയർത്തേണ്ട ഒരു വിചാരമാണ് തമ്പുരാന് വേണ്ടി എന്തു ചെയ്തുവെന്ന്, എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന്, എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഇതിനാനുപാതികമായിട്ട് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ നോമ്പിലായാൽ നമ്മുടെ ജീവിതം സ്വർഗത്തിൻ്റെ സ്വപ്നത്തിലേക്ക് മടങ്ങുന്ന ജീവിതമായി, മാനസാന്തരപ്പെട്ട ജീവിതമായി മാറും. പ്രാർത്ഥിക്കാം നമുക്ക്. ഈശോയെ, സ്വർഗം സ്വപ്നം കണ്ട വിധം ജീവിതത്തെ മാറ്റാൻ മാനസാന്തര കൃപ കൊണ്ട് അനുഗ്രഹമാകാൻ അഭിഷേകം നൽകിയാലും